അദ്ധ്യായം 3 കിളിക്കൊഞ്ചൽ. വള്ളത്തോൾ നാരായണമേനോൻ രാമായണ കഥയുടെ പശ്ചാത്തലത്തിൽ രചിച്ച കിളിക്കൊഞ്ചൽ എന്ന കവിതയെ ലീലാവതി ടീച്ചർ പഠനവിധേയമാക്കിയിട്ടുണ്ട്. ആ പാഠഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള കിളിക്കൊഞ്ചൽ എന്ന് പറയുന്ന നിരൂപണം. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും കനപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുള്ള സാഹിത്യ ശാഖയാണ് നിരൂപണം. ഭാഷയിലെയും സാഹിത്യത്തിലെയും നൂതന പ്രവണതകളെ ഉൾക്കൊണ്ടുകൊണ്ട് കൃതികളെ വായനക്കാർക്ക് പ്രാപ്യമാക്കി കൊടുക്കുന്ന കലാവിദ്യ കൂടിയാണ് നിരൂപണം. പി പോൾ, മുണ്ടശ്ശേരി, കുട്ടിക്കൃഷ്ണ മാരാർ, ഗുപ്തൻ നായർ, ഡോക്ടർ സുകുമാർ അഴീക്കോട് തുടങ്ങി ഒരു കൂട്ടം ശ്രേഷ്ഠ നിരൂപകർ നമുക്കുണ്ട്. മലയാള നിരൂപണ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമാണ് കാവ്യനിരൂപണം. പ്രഗത്ഭരായ എഴുത്തുകാരുടെ കൃതികളെ വായനയുടെ മഹാപ്രപഞ്ചത്തിൽ എത്തിക്കാൻ ഇത്തരത്തിലുള്ള നിരൂപണങ്ങൾ ഏറെ സഹായിച്ചിട്ടുണ്ട്. മലയാള കാവ്യ നിരൂപണ ശാഖയിൽ ശ്രദ്ധേയയായ ഡോക്ടർ ലീലാവതി ആധുനിക കവിത്രയത്തിലെ അനുഗ്രഹീത കവി വള്ളത്തോൾ നാരായണമേനോൻ്റെ കിളിക്കൊഞ്ചൽ എന്ന കവിതയെ പഠനവിധേയമാക്കുകയാണ് ഇവിടെ. ജനക മഹാരാജാവിൻ്റെ പുത്രിയായ സീതയുടെ കൊഞ്ചലിലൂടെ അമ്മയ്ക്കുണ്ടായ ആനന്ദാതിരേകം ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്ന കവിതയാണ് കിളിക്കൊഞ്ചൽ. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ഒരു ജനതയുടെ അഭിലാഷത്തെയും കവി ഇതിൽ വരച്ചു ചേർത്തിട്ടുണ്ടെന്ന് ലേഖിക അഭിപ്രായപ്പെടുന്നു. ഗ്രന്ഥകാര പരിചയം നോക്കാം. ഡോക്ടർ ലീലാവതി ആംഗല ഭാഷാ സമ്പർക്കത്തിലൂടെ മലയാള സാഹിത്യത്തിൽ വളർന്നു വികസിച്ച സാഹിത്യ ശാഖകളെ വായനക്കാർക്ക് പരിചയപ്പെടുത്തി പുതിയ നിരൂപണ രീതികളിലൂടെ ആസ്വാദനത്തിൻ്റെ പുതിയ മേഖലകൾ തുറന്നു നൽകിയ നിരൂപക. 1927 സെപ്റ്റംബർ 16 തൃശൂർ ജില്ലയിൽ ജനനം. വിവിധ ഗവൺമെൻറ് കോളേജുകളിൽ അധ്യാപികയായും വകുപ്പ് അധ്യക്ഷയായും സേവനമനുഷ്ഠിച്ച ലീലാവതി തലശ്ശേരി ബ്രണ്ണൻ കോളേജ് പ്രിൻസിപ്പലായി വിരമിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ലളിതാംബിക അന്തർജനം അവാർഡ്, വള്ളത്തോൾ അവാർഡ്, ബഷീർ അവാർഡ്, പത്മശ്രീ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം എന്നിങ്ങനെ അനേകം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. വർണ്ണരാജി, കവിതാധ്വനി, കവിതാ സാഹിത്യ ചരിത്രം, നവരംഗം തുടങ്ങി നിരവധി നിരൂപണ ഗ്രന്ഥങ്ങൾ കൈരളിക്ക് സമ്മാനിച്ച് ഇന്നും എഴുത്തു തുടരുന്നു. നിങ്ങളെല്ലാവരും പാഠഭാഗം വായിച്ചു നോക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അതിനുശേഷം മാത്രം ഇത് കേൾക്കുക. അപ്പോൾ ഈ പാഠഭാഗത്തിൻ്റെ സന്ദർഭം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സീത ഒരു കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് 2 പക്ഷികൾ സീതയുടെ വിവാഹം എങ്ങനെയായിരിക്കുമെന്നും ആരുമായിട്ടായിരിക്കുമെന്നും ഒക്കെ സംസാരിക്കുകയാണ്. ഈ പക്ഷികളെ കണ്ടിട്ട് കുട്ടിയാണല്ലോ, പക്ഷികളെ കാണുമ്പോൾ ഒരു കൗതുകം തോന്നുമല്ലോ. അങ്ങനെ കുട്ടി ഭടന്മാരോട് പറയാണ്, എനിക്ക് ഈ കിളികളെ വേണമെന്ന്. ആ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോഴേക്കും ആ കിളികൾ കൂട്ടിലാക്കപ്പെട്ടു. കാരണം കൊട്ടാരാണ്, സീതയാണ് ആവശ്യപ്പെടുന്നത്, അതുകൊണ്ട്. അപ്പോൾ കൂട്ടിൽ കിടക്കുന്ന ആ തത്തകൾക്ക് ഇവർ നല്ല രീതിയിൽ പരിചരണം കൊടുക്കുന്നുണ്ട്, അതിന് വേണ്ട രീതിയിലുള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ട്, നന്നായി പരിപാലിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അവർ സന്തുഷ്ടരാകുന്നില്ല. അത് സ്വാഭാവികമാണല്ലോ. അടിമത്തം ഒരു ജീവിയും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ പക്ഷികൾക്ക് നീലാകാശത്തിൽ പറന്ന് വിഹരിക്കാനാണ് ആഗ്രഹം. അപ്പോൾ അതാണ് ഇതിലെ ഒരു സന്ദർഭം എന്ന് പറയുന്നത്. ഈ കഥാസന്ദർഭം രാമായണത്തിലേതാണെങ്കിലും അതിലൂടെ ശരിക്കും കവി ഊന്നൽ നൽകുന്ന ഒരു സംഭവം സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മൂല്യത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ആ ഒരു കൃതി രചിക്കപ്പെടുന്ന എന്ന് വെച്ചാൽ വള്ളത്തോൾ പൊതുവെ അറിയപ്പെടുന്നത് ദേശീയതയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു കവിയായിട്ട് അദ്ദേഹം വളരെ പ്രശസ്തനാണ്. നമ്മുടെ ഈ ഓരോ കൃതിയാണെങ്കിലും, നമ്മൾ ജ്ഞാനപ്പാന പഠിക്കുമ്പോൾ പറഞ്ഞു, ഏത് കൃതിയാണെങ്കിലും ആ കൃതി രചിക്കപ്പെടുന്ന ഒരു കാലഘട്ടം ആ കൃതിയിലെ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുപോലെ ഇത് എഴുതപ്പെട്ട ആ ഒരു സമയത്ത് സ്വാതന്ത്ര്യ സമരത്തിന് വീര്യം പകരുന്ന രീതിയിലുള്ള ഒരുപാട് കൃതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ആ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടെ തന്നെയാണ് വള്ളത്തോൾ ഈ കൃതിയും രചിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു കഥാസന്ദർഭം രാമായണത്തിലെ എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ മൂല്യത്തെക്കുറിച്ചും അതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ചും നമ്മുടെ അഭിമാന ബോധത്തെ ഉണർത്തുന്നതിനും വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഒരു ഉൾക്കാഴ്ച നൽകാൻ വേണ്ടിയിട്ടാണ് കവി ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കവിതയെയാണ്
ലീലാവതി ടീച്ചർ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അതാണ് നമുക്ക് പഠിക്കാനുള്ള കിളിക്കൊഞ്ചൽ. അപ്പം നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. അമ്മയ്ക്കു മാത്രമല്ലാർക്കുമേ ചെന്നെടുത്തുമ്മ വെച്ചിടുവാൻ തോന്നുമല്ലോ എന്ന് വിവരിക്കാവുന്ന ശൈശവ കോമളതയാണ് വള്ളത്തോളിൻ്റെ ഒരു ചിത്രം, കിളിക്കൊഞ്ചൽ, എൻ്റെ കൊച്ചുമകൾ, കാറ്റിൽ പറന്ന കവിത മുതലായ കവിതകളുടെ ബാഹ്യമായ ആകർഷണ ഹേതു. നമുക്കറിയാം, അമ്മയ്ക്ക് മാത്രമല്ല കാണുന്ന ആർക്കും ചെന്ന് ഉമ്മ വയ്ക്കാൻ തോന്നുന്ന ഒരു ശൈശവ കോമളത, ഒരു കോമളതയാണ് ശിശുക്കൾക്കുള്ളത്. അപ്പോൾ ഇത്തരം ശൈശവ കോമളതകൾ കാരണമാണ് വള്ളത്തോളിൻ്റെ ഒരു ചിത്രം, കിളിക്കൊഞ്ചൽ, എൻ്റെ കൊച്ചുമകൾ, കാറ്റിൽ പറന്ന കവിത തുടങ്ങിയ കവിതകളൊക്കെ കൂടുതലായിട്ട് ആളുകളെ ആകർഷിക്കുന്നത്. അതായത് ഈ കവിതകളുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ബാഹ്യമായ ആകർഷണ ഹേതു എന്ന് പറയുന്നത് ഈ ശൈശവ കോമളതയാണ്. കവിതയിൽ ദേശകാലാദികൾക്ക് അതീതമായ മൂല്യങ്ങളില്ല എന്ന് സാധാരണ പറയാറുണ്ട്. മൂല്യങ്ങളെല്ലാം ദേശകാലാദികൾക്കൊപ്പം മാറുന്നവയാണ്. ദേശകാലാദികൾക്ക് അതീതമായ എന്ന് പറഞ്ഞാൽ ദേശം, കാലം, ആദി എന്ന് വെച്ചാൽ എന്നിവയ്ക്ക് അതീതമായ, അതാണ് ആ ഒരു വാക്ക് ഒന്നിച്ചൊരു വാക്കാന്നുള്ളൂ. അതായത് മൂല്യങ്ങളെല്ലാം തന്നെ ദേശത്തിനും കാലത്തിനും അനുസരിച്ച് മാറും എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഒരുപാട് കാലം മുമ്പ് ഉള്ള മൂല്യങ്ങളോ അല്ലെങ്കിൽ രീതികളോ ഒന്നുമല്ല ഇന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് വസ്ത്രധാരണം തന്നെ എടുക്കാം. ഒരുപാട് പണ്ടുള്ള വസ്ത്രധാരണമല്ല ഇന്നുള്ളത്. അതുപോലെ വിദേശ രാജ്യങ്ങൾ, ഇപ്പോൾ യൂറോപ്പിലുള്ള പോലത്തെ വസ്ത്രധാരണമല്ല നമ്മുടെ നാട്ടിലുള്ളത്. അത് ദേശം വ്യത്യസ്തമായപ്പോൾ ആ ഒരു രീതിയിൽ വ്യത്യസ്തത വന്നു. അതുപോലെ കാലം മാറുന്നതിനനുസരിച്ചും വ്യത്യസ്തത വരുന്നുണ്ട്. ഇത് മൂല്യങ്ങൾക്കൊക്കെ ബാധകമാണ് എന്നാണ് കവിതയെ ആധാരമാക്കിയിട്ട് പറയാണ്. അതിനാൽ നിരുപാധിക മൂല്യമോ സനാതന മൂല്യമോ ഇല്ല എന്ന വാദം നിരാലംബമല്ല. എങ്കിലും മനുഷ്യ മനസ്സിൻ്റെ ചില മൗലിക ഭാവങ്ങൾക്ക് നിരുപാധികമോ സനാതനമോ ആയ സത്തയുണ്ട് എന്ന് അംഗീകരിക്കാതെയും തരമില്ല. ഇതിൽ ഉദ്ദേശിക്കുന്ന കാര്യം സിമ്പിളാണ്. പക്ഷേ ലീലാവതി ടീച്ചർ എന്ന് പറഞ്ഞാൽ വളരെ പാണ്ഡിത്യമുള്ള, ഒരുപാട് പദസമ്പത്തുള്ള വ്യക്തിയാണ്. അപ്പം അത്തരം ആൾക്കാരെ എഴുതുമ്പോൾ അവർ എഴുതുന്ന ശൈലി കുറച്ച് നിലവാരം കൂടിയതായിരിക്കും. അതുകൊണ്ടാണ് ഇത് വാക്കുകൾ വായിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നത്. ഈ കൃതിക്ക് അതേ ഒരു കുഴപ്പമുള്ളൂ, വായിച്ച് എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് വായിക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നുള്ളൂ. അല്ലാതെ ഇതിൽ പറയുന്നതൊക്കെ വളരെ അടിസ്ഥാനപരമായ, വളരെ മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ പാഠത്തെ അപേക്ഷിച്ച് അങ്ങനെയാണ്. പക്ഷേ ഇതിലെ വാക്കുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ചിലപ്പോൾ തോന്നും. അത്രേ ഉള്ളൂ. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രണ്ട് കാര്യമാണ് ഇതിലിപ്പോൾ പറയുന്നത്. എന്ന് വെച്ചാൽ മൂല്യങ്ങൾ കാലത്തിനനുസരിച്ചും ദേശത്തിനനുസരിച്ചും മാറുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ മാറും, അത് സ്ഥായി ആയതല്ല, അതിന് മാറ്റം സംഭവിക്കും എന്നുള്ളതാണ് ഇതിലെ ഒരു കാര്യം പറയുന്നത്. പിന്നെ അടുത്ത കാര്യം പറയുന്നത്, പക്ഷെ അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുമെങ്കിലും എല്ലാ മൂല്യങ്ങൾക്കും മാറ്റം സംഭവിക്കില്ല. ചില മൂല്യങ്ങൾ സ്ഥിരമായിട്ട് തന്നെ നിൽക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ അമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹം, അതിപ്പോൾ ഏത് ദേശമായാലും ഏത് കാലഘട്ടമായാലും അത് സ്ഥായിയായിട്ട് നിൽക്കുന്ന ഒരു ഭാവമാണ് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വരി ഒന്നും കൂടി നോക്കാം. അതിനാൽ നിരുപാധിക മൂല്യമോ, നിരുപാധിക മൂല്യം എന്ന് പറഞ്ഞാൽ ഉപാധികളില്ലാത്ത മൂല്യമോ, സനാതന മൂല്യമോ, സനാതനമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക നിത്യമായിട്ടുള്ള മൂല്യമോ ഇല്ല എന്ന വാദം നിരാലംബമല്ല. നിരാലംബമല്ല എന്ന് വെച്ചാൽ അവലംബമാക്കാൻ പറ്റാത്തതല്ല എന്ന് വെച്ചാൽ അടിസ്ഥാനമുണ്ട് എന്നർത്ഥം. വാക്കുകളായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുമെന്ന് തോന്നുന്നു. വാക്കിൻ്റെ ഓരോന്നിൻ്റെ അർത്ഥം പറഞ്ഞാലും അത് ചിന്തിക്കുമ്പോൾ നിരാലംബമല്ല എന്ന് പറഞ്ഞാൽ അവലംബമാക്കാൻ പറ്റാത്തതല്ല എന്നൊക്കെ പറയുമ്പോൾ അതൊരു കൺഫ്യൂഷൻ ആവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ഇതേ വരി വെച്ച് അങ്ങനെ നോക്കണമെന്നില്ല. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. മൂല്യങ്ങളൊക്കെ ദേശത്തിനും കാലത്തിനും അനുസരിച്ച് മാറും എന്ന് കരുതി എല്ലാം അങ്ങനെ മാറണമെന്നില്ല. ചില മൗലികമായിട്ടുള്ള ഭാവങ്ങൾ എന്നും സ്ഥായിയായിട്ട്, ഇപ്പോൾ മാതൃഭാവം എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ നിലനിൽക്കും. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു സത്യത്തെ നമുക്ക് അംഗീകരിക്കാതെ തരമില്ല.
നവരസങ്ങളുടെ സനാതന സത്തയെപ്പറ്റിയുള്ള ഉപദർശനങ്ങളിൽ അടിയുറച്ചതാണല്ലോ ഭാരതീയ സാഹിത്യ ദർശനം തന്നെ. ശൈശവോന്മുഖമായ വാത്സല്യം, ഈശ്വരനിഷ്ഠമായ രതി, മഹത്വോന്മുഖമോ ഈശ്വരോന്മുഖമോ ഗുരുജനോന്മുഖമോ ആയ ഭക്തി എന്നിവയെല്ലാം പ്രേമമെന്ന ഒരു അനുഭൂതിയുടെ വിപുല വൃത്തത്തിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് പൗരസ്ത്യരുടെ ശൃംഗാര സങ്കല്പം. ഈ പറഞ്ഞ ഈ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഭാരതീയരുടെ അതിനു മുമ്പ് നിങ്ങൾക്ക് അറിയാലോ, പൗരസ്ത്യരും പാശ്ചാത്യരും ഉണ്ട്. നമ്മൾ ഭാരതീയരാണ്, അതുകൊണ്ട് നമ്മൾ പൗരസ്ത്യരാണ്. അപ്പോൾ ഭാരതീയ സാഹിത്യ സിദ്ധാന്തങ്ങളിൽ, ഭാരതീയ സാഹിത്യ ദർശനങ്ങൾ എന്ന് പറയുന്നത് രസത്തിൽ നമുക്കറിയാം 9 രസങ്ങളുണ്ട്. ശൃംഗാരം, കരുണം, വീരം, രൗദ്രം, ഹാസ്യം, ഭയാനകം, ബീഭത്സം, അത്ഭുതം, ശാന്തം, ഇതൊക്കെയാണ് 9 രസങ്ങൾ. നമ്മൾ നാട്യശാസ്ത്രം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഭരതമുനിയുടെ നാട്യശാസ്ത്രവും നമ്മുടെ ഭാരതീയ എന്താ പറയുക സാഹിത്യ ദർശനത്തിൻ്റെ ഒരു അടിസ്ഥാന ഗ്രന്ഥമാണ്. ആ പുസ്തകത്തിൽ ഈ 9 രസങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ 9 രസങ്ങളും അവയുടെ നിഷ്പത്തിയും അതൊക്കെ ഭാരതീയ സാഹിത്യ ദർശനത്തിൽ വരുന്നതാണ്. അപ്പോൾ ഈ രസങ്ങളിൽ അടിയുറച്ചതാണ് നമ്മുടെ ഭാരതീയ സാഹിത്യ ദർശനം. അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കത്തിൽ പറയുന്നത്. പിന്നെ പറയുന്നത് വാത്സല്യം, ശിശു സഹജമായിട്ടുള്ള ശിശുക്കളോട് നമുക്ക് തോന്നുന്ന വാത്സല്യം, യൗവനത്തിൽ ഉണ്ടാകുന്ന രതി, അതുപോലെ മഹാന്മാരോടും ഈശ്വരന്മാരോടും ഗുരുജനങ്ങളോടും ഒക്കെ നമുക്ക് തോന്നുന്ന ഭക്തി. ഈ 3 കാര്യങ്ങളെയും പ്രേമം എന്ന് പറയുന്ന ആ ഒരു അനുഭൂതിയുടെ വിപുലമായിട്ടുള്ള ഒരു വൃത്തത്തിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഭാരതീയരുടെ സങ്കല്പപ്രകാരം പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ ഭാരതീയ സങ്കല്പപ്രകാരം പ്രേമം എന്ന് പറയുന്ന ഒരു അനുഭൂതിയുടെ വിപുലമായ വൃത്തത്തിൻ്റെ ഉള്ളിലാണ് ഈ 3 കാര്യങ്ങൾ. ഏതൊക്കെയാണ്? ശൈശവോന്മുഖമായിട്ടുള്ള വാത്സല്യം, യൗവനനിഷ്ഠമായ രതി, മഹത്വോന്മുഖമോ ഈശ്വരോന്മുഖമോ ഗുരുജനോന്മുഖമോ ആയിട്ടുള്ള ഭക്തി. ഇത് 3ഉം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാലദേശാദികൾക്കൊപ്പം ഈ കേവല ഭാവങ്ങൾക്ക് ബാഹ്യമായ ചില പരിണാമങ്ങൾ വരാമെന്ന് തോന്നിയാൽ പോലും ആന്തരമായ ആ സത്തകൾ ഗണ്യമായി മാറുന്നില്ല. എന്ന് വെച്ചാൽ കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാമെങ്കിലും ഈ ഭാവങ്ങൾക്ക്, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ ഭാവങ്ങൾക്കൊന്നും വലിയ രീതിയിൽ മാറ്റം വരില്ല. എന്ന് വെച്ചാൽ എല്ലായിടത്തും കുട്ടികളോട് തോന്നുന്നത് വാത്സല്യം തന്നെയാണ്. അതുപോലെ യൗവനത്തിൽ ഉണ്ടാകുന്ന രീതി, ഇത്തരം കാര്യങ്ങൾക്കൊന്നും കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുമെങ്കിലും സ്ഥായിയായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഈശ്വരോന്മുഖമായ ഭക്തി മാഞ്ഞെന്ന് വരാം. അപ്പോഴും ഭക്തി എന്ന ഭാവം മായുമെന്ന് കരുതാൻ വിഷമമുണ്ട്. എന്തിനെയെങ്കിലും ആരാധിക്കാനുള്ള അന്തസ്ത്വരത മനുഷ്യനിലുള്ളതിനാൽ ഈശ്വരന്റെ സ്ഥാനത്ത് അയാൾ ഒരു ജീവിച്ച നേതാവിനെയോ ജീവിക്കുന്ന നേതാവിനെയോ അല്ലെങ്കിൽ തത്വശാസ്ത്രത്തെയോ ഒരു പ്രസ്ഥാനത്തെയോ ഒക്കെ പ്രതിഷ്ഠിച്ചെന്ന് വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഭക്തി എന്ന് പറയുന്ന ഭാവം സ്ഥായിയാണ്, നമുക്ക് എന്നും നിലനിൽക്കുന്ന ഒരു ഭാവം തന്നെയാണ്. പക്ഷെ അത് ദേശത്തിനും കാലത്തിനൊക്കെ അനുസരിച്ച്, ഒരുപക്ഷെ ഒരു ദേശത്ത് അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഈശ്വരനോടാണെങ്കിൽ മറ്റൊരു ദേശത്ത് അത് ജീവിച്ചിരിക്കുന്ന ഒരാളോടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തത്വശാസ്ത്രത്തോടോ ഒക്കെ ആയിരിക്കാം എന്നുള്ളൊരു മാറ്റമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഭക്തി എന്ന ഭാവത്തിന് അത് സ്ഥായിയാണ്, ആ ഭാവം നിലനിൽക്കും. വാത്സല്യത്തിൽ ഇത്ര പോലും മാറ്റം വരികയില്ല. ശരിയാണ്, വാത്സല്യത്തിൽ ഏത് രാജ്യമാണെങ്കിലും ഏത് കാലമായാലും മാറ്റം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ശൈശവ കോമളതയോട് വളർന്ന മനുഷ്യനുള്ള ആകർഷണത്തിന് മനുഷ്യവർഗ ചരിത്രത്തോളം മാത്രമല്ല ജന്തുവർഗ ചരിത്രത്തോളം പോലും പഴക്കമുണ്ട്. മനുഷ്യന്മാർക്ക് മാത്രമല്ല ജന്തുക്കൾക്കും നമുക്കറിയാം, ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് ഈ ശൈശവ കോമളതയോട് വളർന്നു വന്നിട്ടുള്ള ജീവികൾക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് ഒക്കെ തോന്നുന്ന ഒരു ആകർഷണം. അടുത്ത വരി ഒന്ന് മാർക്ക് ചെയ്യുക. അപത്യ സംരക്ഷണ വ്യഗ്രതയും അപത്യ സ്നേഹവും ജന്തുക്കൾക്ക് പോലും സഹജവാസനയാണ്. ആ വരി ഒന്ന് മാർക്ക് ചെയ്യുക. അതൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. അത് ചോദ്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് പറയാം. അതായത് അപത്യ സംരക്ഷണ വ്യഗ്രത എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുള്ള വ്യഗ്രത, അതുപോലെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം, ഇത് രണ്ടും ജന്തുക്കൾക്കും സഹജമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു വാസനയാണ്. പ്രത്യുൽപാദന ലക്ഷ്യത്തോടു കൂടിയ രതി പോലെ അത് സർവ്വസാമാന്യവുമാണ്.
സ്വന്തം കുഞ്ഞിനെ ഭക്ഷിക്കുന്ന ചില ജീവികളും സ്വന്തം ഇണയെ വിഴുങ്ങുന്ന ചില ജീവികളും ഇല്ലായ്കയില്ല. എങ്കിലും സർവ്വസാധാരണമായ സഹജാവബോധം മമതാജന്യമായ സംരക്ഷണ വ്യഗ്രതയാണ്. എന്ന് വെച്ചാൽ ഈ മനുഷ്യർക്കും ജീവികൾക്കും ഒക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവണതയാണ് സ്വന്തം കുഞ്ഞിനോട് ഒരു വാത്സല്യം, അതുപോലെ കുഞ്ഞിനെ സംരക്ഷിക്കുക എന്നുള്ള ഒരു രീതി എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ട് ഉള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെ പറയുകയാണെങ്കിലും ചില ജീവികൾ സ്വന്തം കുഞ്ഞിനെ ഭക്ഷിക്കുന്ന ചില ജീവികളുണ്ട്, അതുപോലെ സ്വന്തം ഇണയെ ഭക്ഷിക്കുന്ന ചില ജീവികളുണ്ട്. എന്നിരുന്നാലും പൊതുവേ ഉള്ള കാര്യം എന്ന് വെച്ചാൽ പ്രത്യുൽപാദന ലക്ഷ്യത്തോടു കൂടിയുള്ള രതി സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ് ഇതുപോലെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാനും കുഞ്ഞുങ്ങളെ സ്നേഹിക്കുവാനുമുള്ള ഒരു വാസന എന്ന് പറയുന്നത്. വാത്സല്യം എന്ന സനാതന സത്തയെ, സനാതന സത്ത എന്ന് വെച്ചാൽ എന്നും നിലനിൽക്കുന്ന സത്ത, ഉന്മീലനം ചെയ്യാന്ന് വെച്ചാൽ ഉണർത്തുക, ആസ്വാദക ഹൃദയത്തെ തരളിതമാക്കി തീർത്തു എന്ന് തന്നെയാണ് മുൻപറഞ്ഞ കൃതികളുടെ വിജയത്തിന് അടിസ്ഥാനം. മുൻപ് പറഞ്ഞ കൃതികൾ ഏതൊക്കെയാണ്? ഒരു ചിത്രം, കിളിക്കൊഞ്ചൽ, എൻ്റെ കൊച്ചുമകൾ, കാറ്റിൽ പറന്ന കവിത. അപ്പോൾ ഈ കവിതകളുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ ഈ വാത്സല്യഭാവത്തെ, ആ ഒരു വാത്സല്യഭാവത്തെ ആസ്വാദകരിൽ ഉണർത്താൻ സാധിച്ചു എന്ന് പറയുന്നതാണ് ഈ കൃതികളുടെ വിജയം എന്നാണ് പറയുന്നത്. എപ്രകാരം ഉന്മീലനം ചെയ്യുന്നു എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം അതിൻ്റെ ശില്പഭംഗിയിലേക്ക് നമ്മെ നയിക്കുന്നു. ഉന്മീലനം എന്ന് പറഞ്ഞാൽ ഉണർത്തുക. അപ്പോൾ എപ്രകാരമാണ് നമ്മളിലുള്ള ഈ വാത്സല്യഭാവം ഉണർത്തുന്നത് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ആ ഒരു അന്വേഷണം ഈ കൃതിയുടെ ശില്പഭംഗിയിലേക്ക് നമ്മളെ നയിക്കുകയാണ്. എത്രത്തോളം ഭംഗിയായിട്ടാണ് ഈ കവിത രചിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. മുൻ പറഞ്ഞ കൃതികളിൽ വെച്ച് ഏറ്റവും മികച്ചതാണ് കിളിക്കൊഞ്ചൽ. അപ്പോൾ ഇപ്പം നമ്മൾ കുറച്ച് കൃതികൾ പറഞ്ഞു വള്ളത്തോളിൻ്റെ. ആ കൃതികളിലെ ഏറ്റവും മികച്ചത് കിളിക്കൊഞ്ചലാണ്. അപ്പം അതിന് കാരണം എന്താണ്? അതിൻ്റെ ശില്പഭംഗി വളരെ മികച്ചതാണ്. അപ്പോൾ ശില്പഭംഗി മികച്ചതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അതിലെ വാത്സല്യഭാവം ഏറി നിൽക്കുന്നതാണ്. അപ്പോൾ ആ വാത്സല്യഭാവത്തിൻ്റെ ഉണർത്തൽ എപ്രകാരമാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ ശില്പഭംഗി നമ്മൾ തിരിച്ചറിയുന്നത്. കൊച്ചു സീത പാവക്കിടാവിനെ മടിയിൽ കിടത്തി താളം പിടിച്ച് അമ്മയായി തീരുന്നു ഒരു നിമിഷത്തിൽ. മൈക്കണ്ണു ചിമ്മി സമാധിയിൽ ഗാർഗിയാകുന്നു അടുത്ത നിമിഷം. ഇതിലെ ഗാർഗി എന്ന് പറഞ്ഞാൽ യാജ്ഞവൽക്യൻ്റെ ഭാര്യയാണ് ഗാർഗി. യാജ്ഞവൽക്യൻ എന്ന് പറഞ്ഞാൽ ജനകൻ്റെ ആത്മീയ ആചാര്യനാണ്. വിശ്വാമിത്രൻ്റെ 100 പുത്രന്മാരിൽ ഒരാളാണ് യജ്ഞവൽക്യൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഗാർഗിയെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കൊച്ചു സീത, സീതയുടെ ചെറുപ്പകാലമാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ സീത ഒരു നിമിഷത്തിലെ പാവക്കിടാവിനെ മടിയിൽ, കുട്ടികളൊക്കെ കളിക്കുന്നൊരു കളിയാണ് അല്ലേ, പാവക്കുട്ടിയെ മടിയിൽ കിടത്തിയിട്ട് താളം പിടിച്ച് അമ്മയായിട്ട് കളിക്കുകയാണ്. അടുത്ത നിമിഷത്തിൽ മൈക്കണ്ണ് എന്ന് വെച്ചാൽ സീതയുടെ മനോഹരമായിട്ടുള്ള ആ കണ്ണ് ചിമ്മിയിട്ട് ഗാർഗിയായി അഭിനയിക്കുകയാണ്. കുട്ടികൾ അങ്ങനെയല്ലേ, അനുകരിച്ച് മറ്റ് ആരെങ്കിലും അനുകരിച്ച് കളിക്കുന്ന ഒരു ശീലം കുട്ടികൾക്കുണ്ട്. അപ്പം അങ്ങനെ ഒരു നിമിഷത്തിൽ ഒരു അമ്മയെ പോലെ, കുട്ടിയെ ഉറക്കുന്ന ഒരു അമ്മയെ പോലെ സീത കളിക്കുകയും അടുത്ത നിമിഷത്തിൽ തന്നെ സീത ഗാർഗിയായിട്ട് സമാധി പൂണ്ട് ആ രീതിയിൽ കളിക്കുകയും ചെയ്യുന്നു. രാജർഷിയായ ജനകന്റെ കൊട്ടാരക്കെട്ടിൽ ആത്മീയതയെയും സമന്വയിക്കുന്ന രംഗങ്ങളാണ് എവിടെ നോക്കിയാലും. അതുകൊണ്ട് ആ പിഞ്ചു പൈതലിൻ്റെ അനുകരണങ്ങളിൽ പോലും ആ സമന്വയം പ്രതിഫലിക്കുന്നു. അങ്ങനെ ദിവ്യതയും ഭൗമികതയും സമ്മേളിച്ചതുകൊണ്ട് ഭവ്യമായ ആത്മീയതയുടെയും ലൗകികതയുടെയും പൂക്കൾ ഒരുപോലെ വിരിയുന്ന ആ ഉദ്യാനത്തിലേക്കാണ് വിണ്ണിൻ്റെ ഓമനകളായ ഇണത്തത്തകൾ എത്തിച്ചേർന്നത്. അപ്പം നമ്മൾ പറഞ്ഞു 2 തത്തകളുടെ കാര്യം. ആ കിളികളെയാണ് സീത കണ്ട് ആഗ്രഹിച്ചത്. അപ്പോൾ ആ തത്തകൾ എവിടേക്കാണ് എത്തിയത് ജനകൻ്റെ ഉദ്യാനത്തിലേക്കാണ്. ആ ഉദ്യാനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആത്മീയതയും ലൗകികതയും ഒരുപോലെ വിരിയുന്ന ഉദ്യാനമാണ്. അതായത് സാധാരണഗതിയിൽ ഒരു കൊട്ടാരക്കെട്ട് എന്ന് പറഞ്ഞാൽ ലൗകികമായ സുഖ സൗകര്യങ്ങൾക്ക് മാത്രമാണ് അവിടെ സ്ഥാനം. പക്ഷേ
നമ്മുടെ ജനകൻ എന്ന് പറയുന്നത് ഒരു രാജർഷിയാണ്. രാജർഷിയായ ജനകൻ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. രാജർഷി എന്ന് പറഞ്ഞാൽ രാജാവിനെ പോലെ ഭരണകാര്യങ്ങളിൽ രാജാവിനെ പോലെ ഇരിക്കുകയും അതുപോലെ ജീവിതത്തിൽ ഋഷിയെപ്പോലെ ഋഷി സമാനനാവുകയും ചെയ്യുന്നവരെയാണ് രാജർഷി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആത്മീയതയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കൊട്ടാരക്കെട്ടിൽ മറ്റ് പല കൊട്ടാരക്കെട്ടുകളിൽ നിന്നും വ്യത്യസ്തമായി ലൗകികതയ്ക്ക് മാത്രമല്ല ആത്മീയതയ്ക്കും പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് കുട്ടികളുടെ കാര്യം നമുക്കറിയാം. ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ എന്താണോ അവർ കാണുന്നത് അത് അനുകരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ തൻ്റെ കൊട്ടാരക്കെട്ടിൽ തനിക്ക് ചുറ്റും കാണുന്ന കാര്യത്തെയാണ് ആ കുട്ടി അനുകരിച്ചത്, സീത അനുകരിച്ചത്. അതെന്താണ്? ഒരേ സമയം ആത്മീയതയ്ക്കും ലൗകികതയ്ക്കും ആ കൊട്ടാരക്കെട്ടിൽ പ്രാധാന്യമുണ്ട് എന്ന് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആകാശത്തിൻ്റെ അഥവാ ഇന്ദ്രിയബദ്ധതയില്ലാത്ത ആത്മീയ സ്വാതന്ത്ര്യത്തിൻ്റെ അപദാനങ്ങൾ പാടിക്കൊണ്ടാണ് അവരവിടെ എത്തിച്ചേരുന്നത്. സംസാരബദ്ധനല്ലാത്ത രാജാവിൻ്റെ കൊട്ടാരപ്പൂവാടിയിൽ അവർക്ക് യാതൊന്നും ആശങ്കിക്കേണ്ടതില്ല. എന്നാൽ പിന്നീട് സംഭവിച്ചത് മുൻ പറഞ്ഞ സമന്വയത്തിന് വിരുദ്ധമായ ഒന്നാണല്ലോ. കയ്യിലാക്കേണം ഇവറ്റയെ എന്ന് രാജകുമാരി മൊഴിഞ്ഞപ്പോഴേക്കും പരിചാരകർ ആഗ്രഹം സാധിപ്പിക്കുകയായി. എന്ന് വെച്ചാൽ ആ തത്തകൾ വരുന്നത് ഏതുദ്യാനത്തിലാണ്? ജനകന്റെ ഉദ്യാനത്തിലാണ്. അവിടെ ആത്മീയതയ്ക്കും വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ സാധാരണഗതിയിൽ ഇത്തരത്തിൽ ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഉദ്യാനത്തിലേക്ക് എത്തുമ്പോൾ ആ പക്ഷികൾക്ക് ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. അവരെ ആരും ഉപദ്രവിക്കാനായിട്ട് അവിടെ ഉണ്ടാവുകയില്ല. അപ്പോൾ സംസാരബദ്ധൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഭൗതിക സുഖങ്ങളിൽ ഭൗതിക സുഖങ്ങളിൽ ആകൃഷ്ടനല്ലാത്ത എന്നാണ് അതിൻ്റെ അർത്ഥം. അത്തരത്തിലുള്ള രാജർഷിയായ ഈ രാജാവിൻ്റെ കൊട്ടാരത്തിലെ പൂവാടിയിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യം ഈ തത്തകൾക്ക് പൊതുവേ ഇല്ല. പക്ഷേ അങ്ങനെ ആയിരിക്കലും അതിന് വിപരീതമായിട്ടുള്ളൊരു കാര്യമാണ് അവർക്ക് സംഭവിച്ചത്. ആ പക്ഷികളെ കണ്ടപ്പോൾ ഇവയെ കയ്യിലാക്കണം എന്ന് രാജകുമാരി പറയുമ്പോഴേക്കും ആ പരിചാരകരെല്ലാം ആ രാജകുമാരിയുടെ ആഗ്രഹം സാധിപ്പിക്കുകയാണ് ചെയ്തത്. താനിത് ചൊന്നപ്പോഴേക്കും മറ്റെന്ത് എന്ന് വെച്ചാൽ സീത ഈ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോഴേക്കും വാനിൽ പറക്കുന്ന പക്ഷിയെയും മുറ്റത്തെ ശാകിതൻ പച്ചിലയാക്കുന്നു കൊട്ടാരക്കെട്ടിലെ കാംക്ഷിതങ്ങൾ. ശാഖി എന്ന് പറഞ്ഞാൽ മരം എന്നാണ് അർത്ഥം. കാംക്ഷിതം എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ ഇതിൽ സൂചിപ്പിക്കുന്നത് ഭരണവർഗം എന്താഗ്രഹിക്കുമ്പോഴും അത് അവർക്ക് കൈക്കലാക്കാൻ സാധിക്കുന്നു എന്നതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ആകാശത്ത് പറക്കുന്ന ഒരു പക്ഷിയെ ആഗ്രഹിച്ചാൽ പോലും മുറ്റത്തെ മരത്തുനിന്നൊരു പച്ചില എടുക്കുന്ന പോലെ അത്രയും ലാഘവത്തിൽ അവർക്ക് കിട്ടാൻ തക്കവണ്ണം കൊട്ടാരത്തിലെ പരിചാരകരും സേവകരും സന്നദ്ധരായിട്ട് സദാ നിൽക്കുകയാണ്. അപ്പോൾ കൊട്ടാരക്കെട്ടിലുള്ളവരുടെ ആഗ്രഹങ്ങൾ സംരക്ഷിക്കാനായിട്ട് അവരെല്ലാം സദാ സന്നദ്ധരാണ്. അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതോടുകൂടി സംസാരം പിന്നിട്ട മന്നൻ്റെ കൊട്ടാരത്തിൽ സംഭവിക്കരുതാത്തതാണ് സംഭവിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ആഗ്രഹം സീത പ്രകടിപ്പിക്കുമ്പോഴേക്കും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം എവിടെ? അത് ജനകൻ്റെ കൊട്ടാരത്തിലായതുകൊണ്ടാണ് അത് സംഭവിക്കാൻ പാടില്ലാത്തത് എന്ന് എടുത്തു പറയുന്നത്. കാരണം അദ്ദേഹം ഒരു രാജർഷിയാണ്. സംസാരം പിന്നിട്ട എന്ന് പറഞ്ഞാൽ ലൗകിക ജീവിതത്തിലുള്ള എല്ലാറ്റിനെയും മറികടന്ന എന്നാണ് അർത്ഥം വയ്ക്കുന്നത്. മന്നൻ എന്ന് പറഞ്ഞാൽ രാജാവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. എന്താണത്? ബന്ധനം. കുട്ടി ആ കിളികളെ ഉമ്മ വെച്ചു, തലോടി. എൻ്റെ പട്ടുനൂൽ തത്തയേക്കാൾ ഇവ എത്ര നന്നെന്ന് പുകഴ്ത്തി. അപ്പോൾ കുട്ടികളാവുമ്പോൾ അവർക്ക് കളിക്കാൻ പട്ടുനൂൽ തത്തയെ കൊടുക്കും. കൊട്ടാരമായതുകൊണ്ട് പട്ടുനൂൽ തത്തയെ കുട്ടിക്ക് കളിക്കാൻ കിട്ടിയെങ്കിലും അതിലും എത്രയോ നല്ലതാണ് ഈ ശരിക്കുള്ള തത്ത എന്ന് സീത പറയുകയാണ്. എന്നിട്ട് സീത അതിനെ ലാളിക്കുന്നുണ്ട്, ഉമ്മ വയ്ക്കുന്നുണ്ട്, തലോടുന്നുണ്ട്. പാലും പഴവും നൽകി സൽക്കരിച്ചു. എങ്കിലും അവ ഭീതി പൂണ്ട് അന്യോന്യം നോക്കി. ഇന്ദ്രിയ സുഖങ്ങൾ 5 അവയ്ക്ക് കിട്ടുന്നു. സീതയുടെ കനിവേറിയ വാക്കുകൾ കേൾക്കുന്നു. അവളുടെ സ്പർശനാദികൾ അനുഭവിക്കുന്നു. എന്നാൽ ഈ സുഖങ്ങൾ അവയ്ക്ക് ബന്ധനങ്ങളാണ്. ബദ്ധതയോട് കൂടിയ സുഖങ്ങളൊന്നും സ്വാസ്ഥ്യം നൽകുകയില്ല. എന്ന് വെച്ചാൽ
ഈ കിളികളെ വളരെ സ്നേഹത്തോടെ ലാളിച്ചിട്ട് തന്നെയാണ് സീത നോക്കുന്നത്. അവയ്ക്ക് ഒരു കുറവും വരുത്താതെയാണ് നോക്കുന്നത്. അവയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കിട്ടുന്നുണ്ട്. സീത അതിനെ എപ്പോഴും തലോടുന്നുണ്ട്. അതിനെ കനിവേറിയ രീതിയിലാണ് അതിനോട് സംസാരിക്കുന്നത്. പക്ഷെ ഈ സുഖങ്ങളൊക്കെ കിട്ടിയിട്ടും അവ സന്തുഷ്ടരല്ല. കാരണം എന്താണ്? അവ ബന്ധനത്തിലാണ്. തടവിൻ്റെ ഒപ്പം കിട്ടുന്ന സുഖങ്ങളൊന്നും തന്നെ സ്വസ്ഥത നൽകുന്നില്ല. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. വളരെ പ്രശസ്തമായിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന വരികളാണ്. എന്നും അന്വർത്ഥമായിട്ടുള്ള വരികളാണിവ. കാഞ്ചനക്കൂട്ടിലാണ് അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ കൂട്ടിലാണ് ബന്ധിച്ചിരിക്കുന്നതെങ്കിലും ബന്ധനം എന്ന് പറയുന്നത് അത് ബന്ധനം തന്നെയാണ് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. മോചനത്തിലേക്ക് വെമ്പി കുതിച്ചുകൊണ്ടിരുന്ന ഒരു ജനതയുടെ ഒട്ടാകെയുള്ള അഭിലാഷത്തെ ധ്വനിപ്പിക്കാൻ ഈ വരികൾക്ക് കരുത്തുണ്ടായി. എന്ന് വെച്ചാൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര ആ ഒരു കാലഘട്ടം, ബ്രിട്ടീഷുകാരുടെ ആ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ദാഹിച്ചു കൊണ്ടിരുന്നത്. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ നമുക്ക് കുറേ ഗുണങ്ങൾ ഉണ്ടായി എങ്കിലും ആ ഗുണങ്ങൾക്ക് മീതെ നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ സ്വാതന്ത്ര്യമോഹം. നമ്മളെപ്പോഴും അവരുടെ കീഴിൽ തന്നെയായിരുന്നു. അവരുടെ അധികാര പരിധിക്കുള്ളിൽ ബന്ധനസ്ഥരായിട്ടാണ് നമ്മൾ ആ സമയത്ത് ഇപ്പോൾ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ അങ്ങനെ കുറച്ച് ഗുണങ്ങൾ ഉണ്ടായി എങ്കിലും ആ ഗുണങ്ങളെക്കാൾ വലുതാണ് ആ ബന്ധനം എന്ന അവസ്ഥ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനമാണ് ഈ വരികൾ. അത് ഈ കവിതയുടെ കാലാനുരോധമായ അപരമാനമാണ്. അതുകൊണ്ടുള്ള ഒരു തീവ്രത ഒന്ന് വേറെ തന്നെ. കാലാനുരോധം എന്ന് പറഞ്ഞാൽ കാലത്തിനൊപ്പമുള്ള, അപരമാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു മാനം. അപ്പോൾ ഈ ഒരു ധ്വനി ഈ കവിതയ്ക്കുണ്ട് എന്നാണ് പറയുന്നത്. ബദ്ധതയിൽ നിന്നുളവാക്കുന്ന ഏത് അസ്വാസ്ഥ്യവും ജീവിതത്തെ ശക്തമാക്കുന്നു. ശാപം ശാപത്തെയും താപം താപത്തെയും പുനർജനിപ്പിക്കാതിരിക്കയില്ല. സീത കിളികളെ കൂട്ടിലിട്ടുവെന്നും അവയിലൊന്ന് ചത്തുപോയെന്നും ഇണപക്ഷി സീതയെ ശപിച്ചു എന്നുമുള്ള പത്മപുരാണ കഥ കിളിക്കൊഞ്ചലിൽ വിസ്തരിച്ചുപന്യസിച്ചിട്ടില്ലെങ്കിലും കൃതിയുടെ പര്യവസാനത്തിലുള്ള കുട്ടിയോ കെട്ടിപ്പിടിച്ചതു മാതൃകണ്ഠം എന്ന സൂചനയിലൂടെ ധ്വനിപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ തടവിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വാസ്ഥ്യങ്ങൾ നമ്മുടെ ജീവിതത്തെ ശപിക്കപ്പെട്ട ഒരു ജീവിതം പോലെ ആക്കുകയാണ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യത്തെ തന്നെയാണ് ഇതിൽ ഊന്നുന്നത്. ഇതിൽ താപം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് ദുഃഖത്തെയാണ് കേട്ടോ. പിന്നെ ഇതിൽ പറയുന്നൊരു കഥ പത്മപുരാണത്തിലുള്ള ഒരു കഥയാണ്. എന്ന് വെച്ചാൽ സീത കിളികളെ കൂട്ടിലിട്ടിട്ട് അവയിൽ ഒന്ന് ചത്തുപോയപ്പോൾ അതിലെ ഇണപക്ഷി സീതയെ ശപിച്ചു എന്നാണ് പറയുന്നത്. ആ ഒരു ശാപത്തിൻ്റെ ഫലമായിട്ടാണ് ശ്രീരാമനുമായിട്ട് സീതയ്ക്ക് വേറിട്ട് നിൽക്കേണ്ടി വന്നത് എന്നാണ് ആ ഒരു കഥ പറയുന്നത്. പക്ഷെ ആ കഥ കിളിക്കൊഞ്ചലിൽ വിസ്തരിച്ച് പറയുന്നില്ല എങ്കിലും ഈ കൃതിയുടെ അവസാനത്തിലെ കുട്ടി മാതൃകണ്ഠം കെട്ടിപ്പിടിച്ചു എന്നതിലൂടെ അത് ധ്വനിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ലീലാവതി പറയുന്നത്. ആത്മീയ ലൗകികതകളെ സമന്വയിപ്പിക്കലിലൂടെ അല്ലാതെ ജീവിതത്തിൽ പരമവിജയം സാക്ഷാത്കാരമല്ല എന്ന കവി ദർശനം സൂക്ഷ്മമായിട്ടാണെങ്കിലും സുവ്യക്തമായി ധ്വനിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും സമന്വയം പരാജയപ്പെടുമ്പോഴുണ്ടാകുന്ന ദുരന്തം കവിതയുടെ ധ്വനികളിലൊന്നായി മാത്രം വർത്തിച്ചാൽ മതിയെന്നും വാത്സല്യത്തിൻ്റെ ലാളിത്യ ലാവണ്യ മാധുര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തേ മതിയാകൂ എന്നും നിശ്ചയിച്ചത് വള്ളത്തോളിൻ്റെ അഭിരുചി വിശേഷത്തിന് അനുഗുണം തന്നെ. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആത്മീയതയുടെയും ലൗകികതയുടെയും അത് രണ്ടിൻ്റെയും ഒരു സമന്വയിപ്പിക്കലിലൂടെ മാത്രമേ ജീവിതത്തിൽ പരമവിജയം നേടാൻ സാധിക്കൂ. അതാണ് കവിദർശനം എന്നാണ് ഇവിടെ പറയുന്നത്. അത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ആത്മീയത മാത്രം പോരാ, ലൗകികതയും വേണം. ലൗകികതയിൽ മാത്രം ജീവിതം ഊന്നി ജീവിച്ചാലും ജീവിതത്തിൽ അത് ദുരന്തമായിട്ടേ വർത്തിക്കുള്ളൂ. അപ്പോൾ അത് രണ്ടിൻ്റെ ഒരു ബാലൻസ് അല്ലെങ്കിൽ രണ്ടിൻ്റെ ഒരു സമന്വയം ജീവിതത്തിൽ അനിവാര്യമാണ് എന്നൊരു ദർശനം കവിക്കുണ്ട്. ആ ദർശനം കവി ഇതിൽ ധ്വനിപ്പിക്കുന്നുണ്ട്. അത് വളരെ സൂക്ഷ്മമായിട്ടാണ് ധ്വനിപ്പിക്കുന്നത് എങ്കിലും അത് വളരെ വ്യക്തമായിട്ട് തന്നെ കവി ധ്വനിപ്പിക്കുന്നുണ്ട്. ഇത് കവിതയുടെ ധ്വനികളിൽ ഒന്നായി മാത്രം വർത്തിച്ചാൽ മതി എന്നും വാത്സല്യത്തിൻ്റെ ലാളിത്യ ലാവണ്യ മാധുര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തേ മതിയാവും എന്ന് നിശ്ചയിച്ചത് വള്ളത്തോളിൻ്റെ അഭിരുചി വിശേഷത്തിന് അനുഗുണം തന്നെയാണ്. എന്ന് വെച്ചാൽ വള്ളത്തോളിൻ്റെ അഭിരുചിക്ക് അനുസരിച്ചാണ് വേണമെങ്കിൽ വള്ളത്തോളിന് ഈ കവിത
ഈ ആത്മീയ ലൗകികതകളെ സമന്വയിപ്പിക്കുന്നതിലുള്ള പ്രാധാന്യത്തിൽ മാത്രം ഊന്നിക്കൊണ്ട് രചിക്കാമായിരുന്നു. പക്ഷെ വള്ളത്തോൾ അങ്ങനെയല്ല രചിച്ചിട്ടുള്ളത്. ഈ കവിതയിൽ കൂടുതൽ ഊന്നൽ നൽകുന്നത് വാത്സല്യഭാവത്തിനാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു സമന്വയത്തിൻ്റെ കാര്യം കൂടി ധ്വനിപ്പിക്കുന്നുണ്ട് എന്നേ ഉള്ളൂ. അത് വള്ളത്തോളിൻ്റെ ഒരു ചോയ്സ് ആയിരുന്നു, അല്ലെങ്കിൽ വള്ളത്തോളിൻ്റെ അഭിരുചിക്ക് അനുസരിച്ച് ചെയ്ത ഒരു കാര്യമാണ് എന്നാണ് ലീലാവതി ടീച്ചർ പറയുന്നത്. രാമൻ സീതയെ വേൾക്കുമെന്ന് പാടിയ തത്തയോട് വേലി എന്തെന്നറിയാത്ത കുട്ടിക്ക് തോന്നുന്ന ശിശു സഹജമായ ഈർഷ്യയെ ധ്വനിപ്പിക്കാൻ അത്തത്ത എന്തസത്താണമ്മേ എന്ന് അസത്ത് പദം പ്രയോഗിച്ചതിൽ അനൗചിത്യം ശങ്കിച്ചവരുണ്ട്. രാമൻ സീതയെ വേൾക്കു എന്ന് തത്ത പാടുന്നത് കേൾക്കുമ്പോൾ വേലി എന്താണെന്ന് പോലും തിരിച്ചറിയാത്ത നിഷ്കളങ്കയായ ആ കുട്ടിക്ക് ശിശു സഹജമായിട്ടുള്ള ഒരു ഈർഷ്യ അല്ലെങ്കിൽ ഒരു ദേഷ്യം വരികയാണ്. അങ്ങനെ വന്നപ്പോഴാണ് ആ തത്ത എന്ത് അസത്താണ് അമ്മയെന്ന് കുട്ടി പറയുന്നത്. അപ്പം ഇതിലെ അസത്ത് എന്ന പദം ഉപയോഗിച്ചത് ഉചിതമായിട്ടില്ല എന്ന് പലരും വിമർശിച്ചിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. വക്താവിൻ്റെ ഭാവത്തിനും വക്താവ് ഏത് സംസ്കാര തലത്തിൽ നിൽക്കുന്നുവോ എന്നതിനും ഇണങ്ങണം വാക്കുകൾ. അത്രയും ഒത്താൽ ഔചിത്യം ഒത്തു. ഇവിടെ ബാല്യസഹജമായ ഈർഷ്യയ്ക്കും തത്ത വല്ലാത്തൊരു തെറ്റാണ് ചെയ്തതെന്നും കുട്ടിക്കുള്ള തോന്നലിൽ നിന്ന് ഉളവാകുന്ന ഭർസനത്തിനും യോജിക്കാത്ത ഒരു പദമല്ല അത്. ജീവിതത്തിൻ്റെ മൗലിക ദുഃഖാത്മകതയിലും ദുരന്ത പ്രകൃതിയിലും എപ്പോഴും കണ്ണു ചെല്ലുന്ന ഒരു കവിയായിരുന്നെങ്കിൽ പത്മപുരാണ കഥയുടെ പുനരാഖ്യാനമായിട്ടായേനെ. അത്തരം അവതരണം കൂടുതൽ ആകർഷകമാകുമായിരുന്നു എന്നും മറ്റും പറയുന്നതിന് അർത്ഥമില്ല. ശൈശവ നിഷ്കളങ്കതയുടെ പ്രകാശവും മാധുര്യവും കിളിക്കൊഞ്ചലിനെ അനുപമ സുന്ദരമാക്കിയിരിക്കുന്നു. അസത്ത് എന്ന പദം പ്രയോഗിച്ചതിൽ അനൗചിത്യമുണ്ട് എന്ന വാദത്തോട് യോജിക്കാതിരിക്കുകയാണ് ലീലാവതി ടീച്ചർ ചെയ്യുന്നത്. കാരണം ഇവിടെ സീതയാണ് വക്താവ്. സീതയുടെ ഭാവത്തിനും സീതയുടെ ആ സംസ്കാര തലത്തിനും ഒക്കെ ഇണങ്ങുന്ന രീതിയിലാണ് ഈ പദം എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. കാരണം അതൊരു കൊച്ചുകുട്ടിയാണ്. കൊച്ചുകുട്ടികൾക്ക് ഇന്ന സമയത്ത് ഇന്ന രീതിയിലേ പെരുമാറാവൂ, ഇന്ന പദപ്രയോഗങ്ങൾ പാടില്ല, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് വലിയ ധാരണ ഉണ്ടാവില്ല. അവർ നിഷ്കളങ്കമായിട്ട് പറയുന്നതാണ്. അത് മാത്രമല്ല, ആ കുട്ടിക്ക് എന്താണ് വേലിയെന്ന് പോലും അറിയാത്തത് കൊണ്ട് തത്ത എന്താണ് പറയണത് എന്നുള്ള രീതിയിൽ ആ ഒരു ഈർഷ്യയുടെ പുറത്ത് പറയുന്ന ഒരു പദമാണ്. അപ്പം അതുകൊണ്ട് ബാല്യസഹജമായ ഈർഷ്യയ്ക്കും തത്ത വല്ലാത്തൊരു തെറ്റാണ് ചെയ്തതെന്ന് സീതയ്ക്കൊരു തോന്നലുണ്ടായി. ആ ഒരു തോന്നലിൽ നിന്നും ഉളവായിട്ടുള്ള ഒരു പദമാണ് അത്. അതുകൊണ്ട് തന്നെ അത് യോജിക്കാത്ത ഒരു പദമായിട്ട് ഇവിടെ ലീലാവതി ടീച്ചർക്ക് തോന്നുന്നില്ല. അതാണ് ആ ഭാഗത്ത് പറയുന്നത്. പിന്നെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ദുഃഖം, അല്ലേ? ജീവിതത്തിലെ ദുരന്തവും ദുഃഖവും ഒക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ എപ്പോഴും അതിൽ മാത്രം കണ്ണു ചെല്ലുന്ന, അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ കൂടുതൽ കണ്ണു ചെല്ലുന്ന ഒരു കവി ആയിരുന്നു വള്ളത്തോളെങ്കിൽ ഈ പ്രമേയം അവതരിപ്പിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പത്മപുരാണത്തിലെ ആ ഒരു ശാപത്തിൻ്റെ കഥ, ആ ഒരു കഥയുമായി ബന്ധപ്പെടുത്തി അത്തരം രീതിയിലായിരിക്കും ഈ കൃതി രചിക്കുക. അപ്പം അങ്ങനെ രചിച്ചിരുന്നെങ്കിൽ ഈ കൃതി കൂടുതൽ നന്നായേനെ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. കാരണം ഇത് മറ്റൊരു തലത്തിലാണ് രചിച്ചിരിക്കുന്നതെങ്കിലും ഈ കൃതിയിലെ ഈ ശൈശവ നിഷ്കളങ്കതയുടെ ഒരു പ്രകാശം, പിന്നെ അതുപോലെ ആ ഒരു മാധുര്യം, ശൈശവ നിഷ്കളങ്കതയുടെ ഒരു മാധുര്യമൊക്കെ ഈ കൃതിയെ വളരെയധികം മനോഹരമാക്കിയിട്ടുണ്ട്. ഒരു തുല്യതയില്ലാത്ത തരത്തിൽ, അനുപമം എന്ന് പറഞ്ഞാൽ തുല്യതയില്ലാത്ത തരത്തിൽ സുന്ദരമാക്കി തീർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കൃതി അത്രയും സുന്ദരമാണ് എന്ന് തൻ്റെ ഒരു വാദം ഉന്നയിക്കുകയാണ് ഡോക്ടർ ലീലാവതി ഈ കൃതിയിലൂടെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഈ പാഠഭാഗം അവസാനിക്കുകയാണ്. ഇനി നമുക്ക് പാഠാപഗ്രഥനം നോക്കാം. ഈ കിളിക്കൊഞ്ചൽ എന്ന് പറയുന്ന ഈ കവിതയിൽ ജനക മഹാരാജാവിൻ്റെ പുത്രിയായ സീതയുടെ കൊഞ്ചലിലൂടെ അമ്മയ്ക്കുണ്ടാവുന്ന ഒരു ആനന്ദത്തെ ഹൃദയസ്പർശിയായിട്ട് വള്ളത്തോൾ ചിത്രീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അമ്മയ്ക്ക് മാത്രമല്ല, കാണുന്നവർക്കൊക്കെ ഉമ്മ വെച്ച് ആനന്ദിക്കാൻ തോന്നുന്ന ഒരു ശൈശവ കോമളതയാണ് സീതയ്ക്കുള്ളത്. കാറ്റിൽ പറക്കുന്ന പൂവ് പോലെയും ഉദ്യാനങ്ങളിൽ പാറിപ്പറന്നു നടക്കുന്ന പൂമ്പാറ്റ പോലെയും ആരെയും കൊതിപ്പിക്കുന്ന അവളുടെ ലാവണ്യ ഭംഗി വർണ്ണനകൾക്കും അതീതമാണെന്ന് കിളിക്കൊഞ്ചൽ പഠനത്തിൽ ഡോക്ടർ എം ലീലാവതി എടുത്തു പറയുന്നു. പ്രേമത്തെ അനുഭൂതിയുടെ വിപുല വൃത്തത്തിൽ ഉൾക്കൊള്ളിച്ച് പൗരസ്ത്യരുടെ ശൃംഗാര സങ്കല്പത്തെ കാലദേശാദികൾക്കൊപ്പം
ബാഹ്യപരിണാമങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്തി വ്യാഖ്യാനിക്കുന്ന ചിത്രമാണ് നാം ഇവിടെ കാണുന്നത്. ശൈശവ കോമളതയോടുള്ള കോമളതയോട് മനുഷ്യനുള്ള ആകർഷണത്തിന് മനുഷ്യവർഗ ചരിത്രത്തോളം മാത്രമല്ല ജന്തുവർഗ ചരിത്രത്തോളം പോലും പഴക്കമുണ്ട്. വാത്സല്യം ജന്തുവർഗത്തിൽ പോലും ഉണ്ട്. വാത്സല്യം എന്ന സനാതന സത്തയെ ഉന്മൂലനം ചെയ്ത് ആസ്വാദക ഹൃദയത്തെ തരളിതമാക്കി തീർന്നു എന്നതാണ് ഇവിടെ കാണുന്ന പ്രത്യേകതയെന്ന് ഡോക്ടർ എം ലീലാവതി ഓർമ്മിപ്പിക്കുന്നു. വള്ളത്തോളിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ലഘു കവിതയാണ് കിളിക്കൊഞ്ചൽ. കൊച്ചു സീത പാവക്കിടാവിനെ മടിയിൽ കിടത്തി താളം പിടിച്ച് അമ്മയായി തീരുന്ന ആ മനോഹര മുഹൂർത്തത്തിൽ മൈക്കണ്ണ് ചിമ്മി സമാധിയിൽ ഗാർഗി മാതാവായി മാറുന്നു. അപ്പോൾ രാജഋഷിയുടെ കൊട്ടാരത്തിൽ ആത്മീയ ചൈതന്യം കൈവന്ന പോലെയായി. ശൈശവത്തിൻ്റെ ഓരോ ഭാവവും പ്രത്യക്ഷവും പരോക്ഷവുമായി അഭിനയിച്ചു തീർക്കുകയാണ് സീത. ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തുകളെ ആത്മധൈര്യത്തോടെ നേരിടാൻ കരുത്തു നേടുകയാണെന്ന് പോലും കവി പ്രവചിക്കുന്നു. കൊട്ടാരക്കെട്ടിൻ്റെ മരച്ചിലയിൽ വന്നെത്തിയ രണ്ടോമന തത്തകൾ രാമനെ കൊണ്ട് വേൾപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ ശിശു സഹജമായ ഓമനത്തത്തിൽ സീത ചോദിക്കുന്നു, എന്തിനാണമ്മേ ആ അസത്തു കിളികൾ രാമനെ കൊണ്ടെന്നെ വേൾപ്പിക്കണമെന്ന് പറയുന്നത്? വേളി എന്താണെന്നറിയാത്ത കുട്ടിക്ക് തോന്നുന്ന ശിശു സഹജമായ ലാവണ്യം, മാധുര്യം, നിഷ്കളങ്കത ഇത്യാദി ഗുണവിശേഷത്തെ ധ്വനിപ്പിക്കാൻ വേറെ പദങ്ങൾ ആവശ്യമില്ല. ശൈശവ നിഷ്കളങ്കതയുടെ പ്രകാശവും മാധുര്യവും കിളിക്കൊഞ്ചലിനെ അനുപമ സുന്ദരമായ ഒരു സൃഷ്ടിയാക്കി തീർക്കുന്നു എന്നും ലീലാവതി ടീച്ചർ അഭിപ്രായപ്പെടുന്നു. ഇപ്പം നിങ്ങൾക്ക് പാഠഭാഗത്ത് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അവതാരണ ചോദ്യങ്ങൾ നോക്കാം. ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. ഭാരതീയ സാഹിത്യ ദർശനം ഏത് ഉപദർശനത്തിൽ അടിയുറച്ചതാണ്? അത് നമ്മൾ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞതാണ്. ഉത്തരം നവരസങ്ങളുടെ സനാതന സത്തയെ പറ്റിയുള്ള ഉപദർശനത്തിൽ അടിയുറച്ചതാണ് ഭാരതീയ സാഹിത്യ ദർശനം. അടുത്ത ചോദ്യം, 5 വയസ്സായ പെൺകിടാവായി ചമഞ്ഞെത്തുന്ന ഉദ്യാന ദേവത ആരാണ്? സീതയാണ്. അപ്പോൾ ഉത്തരം ജനക മഹാരാജാവിൻ്റെ വളർത്തുപുത്രിയായ സീതാദേവി. അപ്പോൾ അടുത്ത ചോദ്യം, ജന്തുക്കളുടെ പോലും സഹജാവബോധം എന്തൊക്കെയാണ്? അതിൻ്റെ ഉത്തരം അപര്യ സംരക്ഷണ വ്യഗ്രതയും അപര്യ സ്നേഹവും ജന്തുക്കൾക്ക് പോലും സഹജ വാസനയാണ്. അടുത്ത ചോദ്യം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. മിഥിലാപുരിയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? മണ്ണും വിണ്ണും കൂടിച്ചേരുന്ന പുണ്യഭൂമിയുടെ പ്രതീകമാണ് മിഥിലാപുരി. അടുത്ത ചോദ്യം, ആത്മീയ സ്വാതന്ത്ര്യത്തിൻ്റെ അപദാനങ്ങൾ പാടിക്കൊണ്ട് കൊട്ടാരത്തിലെ പൂവാടിയിൽ എത്തിച്ചേർന്ന കിളികൾക്ക് സംഭവിച്ചത് എന്തായിരുന്നു? ഇപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം അറിയുന്നുണ്ടാവും. ഉത്തരം വിണ്ണിൻ്റെ ഓമനകളായ ഇണത്തത്തകൾ ആത്മീയ സ്വാതന്ത്ര്യത്തിൻ്റെ അപദാനങ്ങൾ പാടി കൊട്ടാര പൂവാടിയിൽ എത്തിച്ചേർന്നപ്പോൾ അവയെ കൈക്കലാക്കാൻ രാജകുമാരി ആഗ്രഹിച്ചു. പരിചാരകർ ആഗ്രഹം സാധിച്ചു കൊടുത്തു. കിളികളെ അവർ താലോലിച്ചെങ്കിലും ബന്ധനത്തിൽ അവ ദുഃഖിതരായി. ഇപ്പം ഏത് രീതിയിലാണ് ഉത്തരങ്ങൾ എഴുതേണ്ടതെന്നൊക്കെ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു ധാരണ വരുന്നുണ്ടല്ലോ. അടുത്ത ചോദ്യം, കിളിക്കൊഞ്ചൽ എന്ന കവിതയെ അനുപമ സുന്ദരമാക്കുന്നത് എന്താണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതും ഒരു പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. നിങ്ങളത് നന്നായി പഠിക്കുക. ശൈശവ സംബന്ധിയായ നിഷ്കളങ്കതയുടെ പ്രകാശവും മാധുര്യവും കിളിക്കൊഞ്ചലിനെ അനുപമ സുന്ദരമാക്കുന്നു. ഇനി നമുക്ക് അപഗ്രഥന ചോദ്യങ്ങൾ നോക്കാം. കിളിക്കൊഞ്ചലിൻ്റെ ആദ്യം നിരൂപക വരച്ചു കാണിക്കുന്ന ചിത്രം എന്ത്? അതിലൂടെ കവി വിനിമയം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് നിരൂപകയുടെ അഭിപ്രായം. കുറിപ്പെഴുതുക. അപ്പോൾ ഇതിൽ ആദ്യം പറയുന്ന ഭാഗം എന്താണ്? അമ്മയ്ക്കു മാത്രമല്ല ആർക്കുമേ ചെന്നെടുത്തുമ്മ വെച്ചിടുവാൻ തോന്നുന്ന ശൈശവ കോമളതയാണ് വള്ളത്തോൾ കിളിക്കൊഞ്ചലിൻ്റെ ആദ്യ ഭാഗത്ത് വരച്ചു കാണിക്കുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ കുറിപ്പായിട്ട് എഴുതുക. അതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ടത്.
അടുത്തത് പൗരസ്ത്യരുടെ ശൃംഗാര സങ്കല്പം എന്താണെന്ന് വിശദീകരിക്കുക. നവരസങ്ങളുടെ സനാതന സത്തയെപ്പറ്റിയുള്ള ഉപദർശനത്തിൽ അടിയുറച്ച സാഹിത്യ ദർശനത്തിൽ ശൈശവോന്മുഖമായ വാത്സല്യം, യൗവനനിഷ്ഠമായ രതി, മഹത്വോന്മുഖമോ ഈശ്വരോന്മുഖമോ ഗുരുജനോന്മുഖമോ ആയ ഭക്തി എന്നിവയെല്ലാം പ്രേമമെന്ന ഒരു അനുഭൂതിയുടെ വൃത്തത്തിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് പൗരസ്ത്യരുടെ ശൃംഗാര സങ്കല്പം. നമ്മൾ പാഠഭാഗം എടുക്കുമ്പോൾ പറഞ്ഞ കാര്യമാണ്. ഇത് നിങ്ങൾ പഠിക്കുക കേട്ടോ, ഇത് കുറച്ച് പ്രധാനമുള്ളതാണ്. അടുത്തത് മുറ്റത്തെ ശാകിതൻ പച്ചിലയാക്കുന്ന കൊട്ടാരക്കെട്ടിലെ കാംക്ഷിതങ്ങൾ. ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് എന്ത്? വിശദീകരിക്കുക. കൊട്ടാരത്തിലുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് മുമ്പിൽ ആകാശത്തു പറക്കുന്ന പക്ഷികൾ പോലും മുറ്റത്തെ മരത്തിലെ പച്ചിലയായി മാറുന്നു. അദൃശ്യമായ രാജാജ്ഞയുടെ മുന്നിൽ അസാധ്യമായതൊന്നുമില്ല. മുറ്റത്തെ മരത്തിലെ പച്ചിലയായി തീരുന്നു എന്ന അപ്രസ്തുതത്തിലൂടെയുള്ള അപ്രസ്തുതം എന്ന് പറഞ്ഞാൽ അത് ഒരുതരം അലങ്കാരമാണ്. ആ അലങ്കാരത്തിലൂടെ കൊട്ടാരത്തിലുള്ളവരുടെ ഏതാഗ്രഹവും സാധ്യതപ്രായമാകുമെന്ന വസ്തുത പ്രസ്തുതം സൂചിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ കൊട്ടാരത്തിലുള്ളവർ എന്താഗ്രഹിച്ചാലും അത് സാധിക്കും എന്നതാണ് ഇതിൻ്റെ ഒരു ധ്വനി. അടുത്തത് ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. കവിതാഭാഗത്തെ ധ്വനി എന്ത്? ബന്ധനം സ്വർണക്കൂട്ടിലാണെങ്കിലും ബന്ധനത്തിൻ്റെ വേദന കുറയുന്നില്ല എന്നതാണ് കവി വ്യക്തമാക്കുന്നത്. കൂടാതെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു ജനതയുടെ അഭിലാഷത്തെ മുഴുവൻ ധ്വനിപ്പിക്കുന്നു. അപ്പോൾ പാരതന്ത്ര്യം എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതാണ് ഇതിൽ ധ്വനിപ്പിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ ഒരു പോയിന്റ്സ് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ഭാഷയിൽ ഇതിൻ്റെ ഉത്തരങ്ങൾ എഴുതുകയാണ് വേണ്ടത്. കുട്ടിയോ കെട്ടിപ്പിടിച്ചതും മാതൃകണ്ഠം എന്ന സൂചനയിലൂടെ വ്യക്തമാക്കുന്നത് എന്തെന്ന് വിശകലനം ചെയ്യുക. അതിൻ്റെ ഉത്തരം ശാപം ശാപത്തെയും താപം താപത്തെയും പുനർജനിപ്പിക്കുന്നു. സീത കിളികളെ കൂട്ടിലിട്ടുവെന്നും അവയിലൊന്ന് ചത്തുപോയെന്നും തുണപക്ഷി സീതയെ ശപിച്ചും എന്നുമുള്ള പത്മപുരാണ കഥ വിശദമായി പറഞ്ഞിട്ടില്ലെങ്കിലും കവിതയുടെ അവസാനത്തിൽ കുട്ടിയോ കെട്ടിപ്പിടിച്ചതും മാതൃകണ്ഠം എന്ന സൂചനയിലൂടെ ധ്വനിപ്പിക്കുന്നു. ഇതിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് ഈ പോയിന്റുകളെങ്കിലും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഈ പാഠം അതിന് മുമ്പത്തെ പാഠം. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് പിന്നെയും നിങ്ങളുടെ ഭാഷയിൽ എഴുതാൻ പറ്റുന്നതാണ് ഒരുവിധമെല്ലാം. പക്ഷെ ഇതിലുള്ളത് നിങ്ങളൊന്ന് മനസ്സിരുത്തി മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം, ജീവിതത്തിലെ പരമവിജയത്തെക്കുറിച്ചുള്ള കവിയുടെ ദർശനത്തെ അടിസ്ഥാനമാക്കി കുറിപ്പ് തയ്യാറാക്കുക. അതിൻ്റെ ഉത്തരം ആത്മീയ ലൗകികതകളെ സമന്വയിപ്പിക്കലിലൂടെ അല്ലാതെ ജീവിതത്തിൽ പരമമായ വിജയം സാക്ഷാത്കാരക്ഷമമല്ല എന്ന കവി ദർശനം ഡോക്ടർ ലീലാവതി വളരെ സൂക്ഷ്മമായി കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ചോദ്യങ്ങൾ നന്നായി പഠിക്കുക. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, നിങ്ങൾ തന്നെ വായിച്ചാൽ മതി. പക്ഷെ പാഠപുസ്തകം ഇല്ലാത്തവരുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിത് വായിച്ചത്. ഇനി വിലയിരുത്തൽ ചോദ്യങ്ങളുണ്ട്. വള്ളത്തോൾ കവിതയിലെ ദേശീയത എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. വള്ളത്തോളിൻ്റെ കവിതകൾ ശേഖരിച്ചിട്ട് അതിൽ അദ്ദേഹം ദേശീയതയ്ക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന വിഷയത്തെപ്പറ്റി നിങ്ങൾ ഒരു ഉപന്യാസം തയ്യാറാക്കാനാണ് പറയുന്നത്. അടുത്തത് ഏതെങ്കിലും ഒരു കവിത വായിച്ച് നിരൂപണക്കുറിപ്പ് എഴുതുക. ഇപ്പോൾ ഒരു നിരൂപണക്കുറിപ്പിൻ്റെ ഒരു ഉദാഹരണം പോലെയാണ് നിങ്ങൾക്ക് ഈ പാഠഭാഗം എടുക്കേണ്ടത്. ഇപ്പോൾ ഒരു കവിതയെ എത്രമാത്രം ആഴത്തിൽ പഠിച്ച് നിരൂപണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു കവിത വായിച്ചിട്ട് അതിനെപ്പറ്റി ഇതുപോലെ അതിൻ്റെ പല തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു നിരൂപണക്കുറിപ്പ് എഴുതാനാണ് അടുത്ത ഒരു ചോദ്യം വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് തുടർ പ്രവർത്തനങ്ങൾ ഇതിലുണ്ട്, അതൊക്കെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും പാഠത്തിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. അത് നിങ്ങൾ ആവർത്തിച്ച് വായിച്ചിട്ട് ഈ പാഠഭാഗത്തിൻ്റെ ഓഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കഴിഞ്ഞ് ചോദ്യങ്ങളുടെ ഭാഗം കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ പാഠം പൂർത്തിയായി. അപ്പം നമ്മുടെ 3 പാഠങ്ങൾ കവറായിട്ടുണ്ട്. ഞാനിത് എൻ്റെ സമയപരിമിതി കാരണം ഇപ്പോൾ ഒരു ദിവസം മുഴുവനായിട്ടിരുന്ന് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് അയക്കുന്നതാണ്.
നിങ്ങൾ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് അത് നന്നായി കേൾക്കുക, നന്നായി പാഠഭാഗം പഠിക്കുക. പിന്നെ ഞാൻ PDF അയച്ചു തരുന്നത് അത് നിങ്ങൾക്കുള്ള അധിക വിവരങ്ങളാണ്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ പാഠപുസ്തകത്തിലത്തെ കാര്യങ്ങളും ഇതിലെ ചോദ്യോത്തരങ്ങളും പഠിച്ചാൽ തന്നെ മതി നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടാൻ. പക്ഷേ അതിലും ഇപ്പം 100-ൽ 100 മാർക്ക് വേണം എന്നൊക്കെ അല്ലെങ്കിൽ ചിലർ കൂടുതൽ അറിവ് നേടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഉപന്യാസങ്ങളൊക്കെ കൂടുതൽ മികച്ചതാക്കാൻ വേണ്ടിയിട്ട് സഹായകമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനത് അയക്കുന്നത്. അപ്പോൾ അതും നിങ്ങളെല്ലാവരും വായിച്ചു നോക്കുക. പിന്നെ കുറിപ്പ് എഴുതാൻ നിങ്ങളുടെ ഒരു ബുക്കിൽ നോട്ട്സ് പോലെ തയ്യാറാക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാവും ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപകാരമാവുക അതായിരിക്കും. അവസാന നിമിഷം ഈ വിഷയം മാത്രമല്ലല്ലോ, ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അതിലേറ്റവും എളുപ്പമുള്ളതാണ് ഈ വിഷയം. അപ്പോൾ ഇത് നിങ്ങളൊരു സൈഡിൽ വെക്കും. ആ സമയത്ത് പരീക്ഷയുടെ അടുത്ത ദിവസങ്ങളിൽ മറിച്ച് നോക്കാൻ ഇത് ഉപകാരമാവും. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. പറ്റുന്നവർ അത് ചെയ്യുക.